വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് വെറും 1 രൂപയ്ക്ക് മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉഡായിപ്പാണോ അല്ലയോ എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഈ 1 രൂപയ്ക്ക് സാധനം മേടിക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഉണ്ടായിരിക്കും ഇത് ഫേക്ക് ആണോ എന്ന്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല പാക്കേജിങ് ഒക്കെ ആയിരുന്നു. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പൊതിഞ്ഞു വെച്ചാണ്. കാരണം എനിക്ക് നെയിൽ പോളിഷ് അടിക്കണമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ വന്ന നെയിൽ പോളിഷാണ് ഞാനിപ്പോൾ കയ്യിൽ അടിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ തിരിച്ച് ഒന്നും കൂടെ പൊതിഞ്ഞ് മനസ്സിലായല്ലോ. അത് തന്നെ. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. ഇതാണ് നെയിൽ പോളിഷ്. നല്ല കിടിലൻ നെയിൽ പോളിഷാണ്. പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. ന്യൂ മണി 03 ന്യൂ മണി എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അട്ടിപ്പൊളി നെയിൽ പോളിഷാണ്. എനിക്ക് കുറേ നാളിത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നെയിൽ പോളിഷ്. പിന്നെ വന്നേക്കുന്നതാണ് 2 ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്തേക്കുന്നത് ഒരെണ്ണം കപ്പ് കേക്കി എന്ന് പറയുന്ന ഒരു ഷെയ്ഡും പിന്നെ ഒരെണ്ണം പറഞ്ഞേക്കുന്നത് ലൈക്ക് AG6 എന്ന് പറയുന്ന 2 ഷെയ്ഡാണ്. അപ്പോൾ ഞാനിപ്പം ഉപയോഗിക്കുന്നത് കപ്പ് കേക്കി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ ന്യൂഡെന്നും പറഞ്ഞാണ് മേടിച്ചത്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം മറ്റേ എറിച്ചിരിക്കുന്ന കളറാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ന്യൂഡ് മേടിക്കാനൊരു പേടിയുണ്ട് ഓൺലൈനിൽ നിന്ന്. കാരണം വരുമ്പോൾ നമുക്ക് ചുണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരവസ്ഥയിൽ ചില ലിപ്സ്റ്റിക്കുകൾ വരാറുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടം ഇറച്ചി നിൽക്കുന്ന മീൻസ് എൻ്റെ ഈ റെഡ് അങ്ങനത്തെ ഷെയ്ഡുകളാണ്. അപ്പോഴത്തേക്കും ഞാൻ ആദ്യമേ കപ്പ് കേക്ക് എന്ന് പറയുന്നത് എനിക്ക് കണ്ടപ്പം കുറച്ച് പിങ്ക് ന്യൂഡ് അങ്ങനെയാണ് തോന്നിയത്. 2 തമ്മിലും വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ഷെയ്ഡുണ്ട്, നല്ല റെഡൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ എനിക്ക് റെഡ് വേണ്ട, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി റെഡ് കളറുണ്ട്. അതുകൊണ്ട് അത് വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഞാൻ മേടിക്കാനത്. അപ്പം ആദ്യത്തെ ഷെയ്ഡ് കപ്പ് കേക്ക്. ഇപ്പം എൻ്റെ കയ്യിലൊന്ന് ചുണ്ടിലിട്ടേക്കുന്ന ലിപ് ഗ്ലോസ്സാണ്. അത് മായ്ച്ചിട്ട് ഞാൻ കപ്പ് കേക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ കുറേ എക്സ്പെക്റ്റേഷനോടെ മേടിച്ച ഒരു സാധനമാണ്. രണ്ടും സെയിം സാധനമാണ്. ഇതിൻ്റെ റേറ്റ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. റേറ്റ് ഇപ്പം അല്ലാതെ മേടിക്കുകയാണെങ്കിൽ 375 രൂപയാണ് ഒരു ലിപ്സ്റ്റിക്കിന്. 1.6 ml ആണ് വരുന്നത്. ചെറിയ ലിപ്സ്റ്റിക്കാണ്. ഇവരുടെ തന്നെ വലിയ ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രൈയിങ് ആണ്. അപ്പം അത് എനിക്ക് മുന്നേ അറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. പ്രത്യേകിച്ച് ഈ ലിപ്സ്റ്റിക്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കണക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ഇടാവൂ. ഇല്ലെങ്കിൽ നമ്മളെ ചുണ്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. മൊത്തം അതെൻ്റെ ഫേസ് ഫുള്ളേ ഡ്രൈ ആണ്. ചുണ്ട് അതിനേക്കാളും ഡ്രൈ ആണ്. നമ്മൾ ഫേസിന് കൊടുക്കുന്ന അത്ര കെയർ ഞാൻ പ്രത്യേകിച്ച് ചുണ്ടിൽ കൊടുക്കാറില്ല. അപ്പം നോർമലി ചുണ്ട് ഭയങ്കര പരിതാപകരമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലിപ് ബാം ഇട്ടതിന് ശേഷം കപ്പ് കേക്ക് ഇട്ട്. അപ്പം ഇതാണ് ഷെയ്ഡ്. പക്ഷേ എക്സാക്റ്റ് ഷെയ്ഡ് ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് നേരിട്ട്. ഇതിപ്പോൾ സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതാണ് ഷെയ്ഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്നുമില്ല. പിന്നെ ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ കസിൻസിനോ വല്ലതും ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരെടുത്തുകൊണ്ട് പോട്ട്. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് ഈ ഷെയ്ഡിനെ പറ്റി പറയാനായിട്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ കട്ടിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് പോണ ആളാണ്. മറ്റേ ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് ഇടുന്നവർ. പിന്നെ ഞാൻ ഇത് കുറച്ച് നേരം ഡ്രൈ ആവാനായിട്ട് സമയം കൊടുത്ത്. കാരണം ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഞാൻ ലിപ് ബാം ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് കുറച്ച് ട്രാൻസ്ഫറായി. ഇല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ആവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. എന്നിട്ട് ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക് ഇട്ടത് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ലിപ് ബാം ഇടാതെ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ അടുത്ത ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ ഷെയ്ഡ് എന്തരായിരുന്നു, LM74 അതാണ് അതിൻ്റെ ഷെയ്ഡ്. LM74 മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലൈറ്റാണ്. അപ്പം ഒന്നാമത് സ്ക്രീനിൽ കൂടെ ലൈറ്റായിട്ടാണ് കാണുന്നത്, അല്ല ഡാർക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ നേരിട്ട് ഇതിലും ലൈറ്റാണ്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് പിന്നെ ഇഷ്ടപ്പെട്ട്. ഞാൻ അമ്മ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞ് ചുമ്മാ പൈസ കൊണ്ടേ കളയാനായിട്ട് ഓരോ ഇപ്പം ഇതിപ്പോൾ കണ്ടാൽ ഞാൻ ലിപ് ബാം ഇടാതെയാണ് ഇട്ടത്. അപ്പം ഇതൊട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല. ലൈക്ക് ഇത് ഉണങ്ങാൻ പോലും അധികം ടൈം എടുക്കുന്നില്ല. ഞാൻ ചത്തുത്തിരിക്കുകയാണ്. എനിക്ക് 2-3 ദിവസമായിട്ട് പയ്യ. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു.
വൊമിറ്റിങ്, ഫുഡ് പോയ്സണൊക്കെ അടിച്ച് സുഖമായിരുന്നു. പിന്നെ ഈ സാധനം നമ്മൾ ലിപ് ബാം ഇട്ടില്ലെങ്കിൽ ഇത് ചുണ്ടിന്ന് മായൂല ഗൈസ്. അത് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടവർക്കറിയാം ഈ സാധനം ചുണ്ടി. ചില ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും കുഴപ്പമില്ല, എനിക്കൊന്ന് മെയ്ബിലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും കുഴപ്പമില്ല. മൈഗ്ലാമിൻ്റെ തീരെ പോത്തില്ല. ഞാൻ പിന്നെ പേടിച്ചു പോയി, ദൈവമേ ഇത് വിട്ടുകൊണ്ട് ഞാൻ എവിടെ പോകാനായിട്ടും അങ്ങോട്ട് ഇരുന്നതാണ്. പിന്നെ ഞാൻ ലിപ് ബാം വെച്ച് തന്നെ അത് തുടച്ച് കളഞ്ഞ്. അത് നല്ലൊരു ഐഡിയ ആണ്. ഒന്നെങ്കിൽ ലിപ് ബാം വെച്ച്, അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ കോക്കനട്ട് ഓയിൽ വെച്ച് മായ്ച്ച് കളഞ്ഞാൽ ഈ സാധനം പോത്തുള്ളൂ. ഇടയ്ക്ക് അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നില്ല, എന്തോ ഇത് മേടിച്ച് ചുമ്മാ പൈസ കളയാനെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ചാഞ്ചാടി. ഞാൻ വെച്ച് ലിപ്സ്റ്റിക്ക് നമ്മൾ ആദ്യം ഇടുന്നത് അറിയാവോ, കുറച്ചല്ലേ ഇടത്തുള്ളൂ. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നാച്ചുറൽ പിങ്ക് കളർ നമ്മുടെ ചുണ്ടിന് കിട്ടുന്നുണ്ടായിരുന്നു. 2 ഷെയ്ഡും ഏതാണ്ട് ഒരേപോലെ ആയതുകൊണ്ട് രണ്ടും ഒരു പിങ്ക് ഷെയ്ഡ് നാച്ചുറലായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ടല്ലോ, അതിനകത്ത് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഡയറക്റ്റ് അവരുടെ ലിങ്ക് ആയിരുന്നു സ്ക്രാച്ച് ആൻഡ് വിന്നിലുണ്ടായിരുന്നത്. ലിങ്കിൽ കയറി നോക്കിയപ്പം ലിപ്സ്റ്റിക്കിൻ്റെയും നെയിൽ പോളിഷിൻ്റെയും മാത്രം വിലയാണ് 1 രൂപ. ഷിപ്പിംഗ് ചാർജ് 199 രൂപയായിരുന്നു. എങ്ങനെ ഇരിക്കണം? ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം അത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ലിപ് ബാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അടിപൊളിയാണ്. ഷെയ്ഡ് നല്ലതായിട്ട് നോക്കിയിട്ട് ഉപയോഗിക്കുക. ലിപ്പല്ല, നെയിൽ പോളിഷ് അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം, അപ്പം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കൂടെ ഫോളോ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ശരി, ബൈ.